അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലെ ഏറ്റവും ശ്രേഷ്ഠരാണ്. അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരും അവരുടെ വാക്കുകൾ നല്ലതായിരിക്കും. അവരുപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ ആരെയും വേദനിപ്പിക്കുന്നതോ നോവിക്കുന്നതോ ആയിരിക്കില്ല. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആർക്കും ബുദ്ധിമുട്ടില്ലാത്തതാണ്. അത് മാത്രമല്ല, ഉപകാരമേ അവർ ചെയ്യൂ. അങ്ങനത്തെ ആൾ. ഇത് രണ്ടും കൂടെ ചേരണേ. വിശ്വാസമുണ്ട്, നിസ്കാരം പറയുന്ന എഴുന്നേറ്റാൽ പിന്നെ പറയുന്നതൊന്നും ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്ത വാക്കുകളാണ്. അതുകൊണ്ടൊരു കാര്യമില്ല. അങ്ങനെ ആവരുത്. ഇങ്ങനത്തെ ആളുകൾക്ക് അള്ളാഹു എന്താ കൊടുക്കുന്നത്? പ്രതിഫലം എന്താണ്? ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാതു അദ്ൻ. പടച്ചതമ്പുരാന്റെ അരികത്തേക്ക് അവരെ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു സ്വർഗ്ഗലോകമാണ് നൽകുന്നത്. ഭൂമിയിലോ ഫലനുഹയ്യന്നഹും ഹയാതൻ ത്വയ്യിബ, മനസ്സമാധാനമുള്ള ജീവിതം അള്ളാഹു നൽകും. പരലോകത്തെ സ്വർഗം. ദുനിയാവിൽ എന്താ? അള്ളാഹുവിനനുസരിച്ച് എന്താ കിട്ടുക? സമാധാനമുള്ള ജീവിതം ഉണ്ടാവും. അസുഖം വരില്ല എന്നതിനർത്ഥമല്ല, മനസ്സമാധാനം ഉണ്ടാവും. കട ഉണ്ടാവില്ല എന്നതിനർത്ഥമല്ല, മനസ്സമാധാനം ഉണ്ടാവും. പരീക്ഷണങ്ങൾ ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അമ്പിയാക്കന്മാർക്ക് അതിൽ വലിയ പരീക്ഷ ഉണ്ട്. പക്ഷെ മനസ്സിനൊരു വൈവറിങ് ഉണ്ടാവില്ല. മനസ്സ് വളരെ കാം ആൻഡ് ക്വയറ്റ്സ്. ഇത് ഈമാനുള്ളവർക്ക് അള്ളാഹു നൽകുന്ന പ്രത്യേകതയാണ്. അല്ലാത്തവരൊക്കെ ആത്മഹത്യ ചെയ്യാൻ പോകും, എന്തെങ്കിലുമൊക്കെ ചെയ്യും, പിടിച്ചു നിൽക്കാൻ കഴിയില്ല.